നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ചെമ്മാടുകാർക്കിത ഒരു സന്തോഷ വാർത്ത. ഡോണ്ട് മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. തൂബ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന 10 ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 12 മുതൽ ജൂൺ 12 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന 10 ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും, രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും, മൂന്നാം സമ്മാനമായി ടിവിയും, അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം. ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ, സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. വാർത്തകൾ വിശദമായി. മഹല്ല് ഭാരവാഹി മുൻ ഭാരവാഹിക്ക് നേരെ കൊട്ടേഷൻ നൽകിയതായി പരാതി. പരപ്പനങ്ങാടിൽ വെച്ച് എഞ്ചിനീയറായ യുവാവിനെ വധിക്കാൻ ശ്രമിച്ചു. യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. താനൂർ ഓലപ്പിടിക സ്വദേശി KV ഷുക്കൂറിനാണ് മർദ്ദനമേറ്റത്. താനൂർ ഓലപ്പിടിക ബദർ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി ഭാരവാഹി നൽകിയ കൊട്ടേഷനാണെന്ന് ഷുക്കൂർ ആരോപിച്ചു. നേരത്തെ രക്ഷകർതൃയോഗത്തിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണ് തനിക്ക് നേരെ ഉണ്ടായ അക്രമമെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ഷുക്കൂർ പറഞ്ഞു. മർദ്ദനമേറ്റ ഷുക്കൂർ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ വെച്ച് ഷുക്കൂറിന് നേരെ ആക്രമണമുണ്ടായത്. 2 വർഷം മുമ്പ് ബദർ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിക്ക് കീഴിൽ പ്രീ പ്രൈമറി സ്കൂൾ തുടങ്ങിയിരുന്നു. അടുത്ത വർഷം മുതൽ പ്രൈമറി സ്കൂളാക്കാനുള്ള പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. ഇതിനായി അഡ്മിഷൻ തുടങ്ങിയിരുന്നു. ഇതിനിടെ പുതിയ കമ്മിറ്റി വന്നു. എന്നാൽ ഈ കമ്മിറ്റി LP സ്കൂൾ ആരംഭിക്കുന്നതിന് തടസ്സം നിന്നു. ഇതേ തുടർന്ന് രക്ഷിതാക്കളും പുതിയ കമ്മിറ്റിയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. തുടർന്ന് നടന്ന രക്ഷകർതൃയോഗത്തിൽ സംഘർഷമുണ്ടാവുകയും ഷുക്കൂറിനെ അടക്കം മർദ്ദിക്കുകയും ചെയ്തിരുന്നതായി പരാതിയുണ്ട്. ഇതിൽ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളെ ചോദ്യം ചെയ്തതാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകാൻ കാരണമായതെന്നാണ് പരാതി. എഞ്ചിനീയറായ ഷുക്കൂറിനോട് ഒരു വർക്കുണ്ടെന്ന് പറഞ്ഞാണ് രാവിലെ പ്രതികൾ പാലത്തിങ്ങലിലേക്ക് വിളിച്ചു വരുത്തിയത്. തുടർന്ന് 9:30 പാലത്തിങ്ങലിലെത്തിയ ഷുക്കൂറിനെ സ്കൂട്ടറിലെത്തിയ 2-അംഗ സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. നെഞ്ചിനും കഴുത്തിനും മർദ്ദനമേറ്റ ഷുക്കൂർ നിലത്ത് വീണതിന് പിന്നാലെ പ്രതികൾ സ്കൂട്ടറിൽ നിന്നും ആയുധമെടുക്കുന്നതിനിടെ സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി അഭയം പ്രാപിക്കുകയായിരുന്നു. ഓലപ്പീടിക ബദർ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റി ഭാരവാഹി കുറ്റിയിൽ മുഹമ്മദ് നൽകിയ കൊട്ടേഷനാണെന്ന് ഷുക്കൂർ ആരോപിച്ചു. എൻ്റെ പേര് ഷുക്കൂർ എന്നറിയും. ഞാനൊരു സിവിൽ വർക്ക് എടുക്കുന്ന ആളാണ്. ഞങ്ങളുടെ മഹല്ലിലെ ഒരു മഹല്ല് കമ്മിറ്റി മെമ്പറുമായിരുന്നു. ഞങ്ങൾ മഹല്ല് കമ്മിറ്റി കഴിഞ്ഞ വർഷം ഒരു സ്കൂൾ തുടങ്ങി 2 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ LP സ്കൂളിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം മുന്നോട്ട് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് മഹല്ലിൻ്റെ ജനൽബോഡിയൊക്കെ വന്നത്. അങ്ങനെ പുതിയൊരു കമ്മിറ്റി അതിലേക്ക് നിയമിതമായി. അപ്പോൾ ആ കമ്മിറ്റി പിന്നീട് പറഞ്ഞ് ഞങ്ങൾ LP തുടങ്ങില്ല എന്നുള്ളൊരു വിഷയങ്ങളിലേക്ക് വന്ന് അങ്ങനെ ഈ പുതിയ കമ്മിറ്റി രക്ഷിതാക്കളും തമ്മിൽ ഒരു സംഘർഷമായി. അതായത് ഞങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ വിദ്യാർത്ഥികൾ LP വരെയുള്ള പഠനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് ആയപ്പോൾ ഈ പുതിയ കമ്മിറ്റിയും എന്ത് ചെയ്ത് ഇപ്പോൾ ഈ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട് സമ്മതം കൊടുത്ത് ഞങ്ങൾക്ക് നിങ്ങളെ മക്കളെ എന്ത് ചെയ്യാം LP പഠിപ്പിക്കാം, അതിന് ഞങ്ങൾ തയ്യാറാണെന്ന രീതിയിൽ അവർക്ക് വാക്ക് കൊടുത്ത് അതിനുശേഷം സ്കൂൾ അടക്കുന്ന സമയത്ത് പ്രിൻസിപ്പളിൻ്റെ നേതൃത്വത്തിലും ഒരു യോഗം വിളിച്ചിട്ട് അവർക്ക് അതിൻ്റെ അനുമതി കൊടുത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച പെട്ടെന്ന് ഗ്രൂപ്പിലൂടെ അറിയിച്ചിട്ട് ശനിയാഴ്ച ഒരു യോഗം വിളിക്കുകയും ഇവർ കുറച്ച് ആളുകൾ കമ്മിറ്റി ആളുകൾ വന്നിട്ട് അത് തയ്യാറാവില്ല, LPൻ്റെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള രീതിയിൽ വന്ന് അതൊരു യോഗത്തിൽ സംഘർഷമായി. അങ്ങനെ അതിൽ എന്ത് ചെയ്ത് എന്നെയൊക്കെ ഒരു പ്രതിയാക്കി പരസ്പരം കുറച്ച് ആളുകളൊക്കെ പ്രതിയായിട്ടൊരു കേസ് ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞാനൊരു വർക്ക് എടുക്കുന്ന ആളാണ്. അപ്പോൾ അതൊരു കേസ് അവിടെ പോലീസ് സ്റ്റേഷൻ താനൂരിലുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസമായിട്ട് എന്നെ ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. താനൂർ പാലത്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെന്ന് അറിഞ്ഞാണ്ട്. അപ്പോൾ ഞാൻ ഈ വർക്കിൻ്റെ ആവശ്യമായി വന്നിട്ട് പോകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഞാനൊരു പാലത്തെങ്കിൽ ഏകദേശം ഒരു 9:30 ശേഷം അവിടെ വന്നിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. റോഡ് സൈഡിൽ വെയിറ്റ് ചെയ്യുന്നു. മുസ്വാക്കാരെ വീടിൻ്റെ തൊട്ടടുത്ത് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വടക്ക് വശത്ത് നിന്ന് ഒരു ഇലക്ട്രിക്കൽ സ്കൂട്ടറിൽ നിന്ന് 2 പേര് വന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നുകാണ്ട് എൻ്റെ ഇതിലടിച്ച് ഒന്നടിച്ചിട്ട് അതുപോലെ തന്നെ കൈമുട്ട് മണിക്കാണ്ട് ഇതിലെൻ്റെ ഇടിച്ച് അതിൽ ഞാൻ നേരെ വീണ് അതിൽ പറഞ്ഞ് നീ മോമാക്കാണ്ടെതിരെ സംസാരിക്കാൻ തയ്യാറാവിടെ ആരുടാന്ന് ചോദിച്ചാണ്ട് രീതിയിൽ വന്നപ്പോൾ ഞാൻ വീണ് കിടക്കുന്നിടത്ത് നോക്കുമ്പോൾ ഇവർ ആ സ്കൂട്ടറിലേക്ക് തുറന്നുകാണ്ട് എന്തൊരു ആയുധം എടുക്കാൻ പോയി കത്തി എന്തോ എടുത്തപ്പോഴും ഞാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് ഇറങ്ങി കൂട്ടി. അങ്ങനെ ആ വീട്ടിൽ അഭയം പ്രാപിച്ചപ്പോൾ ഇവർ ആ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വന്നിട്ട് വീട്ടിലേക്ക് കയറാൻ നോക്കി. അങ്ങനെ അപ്പോഴേക്കും ഞാൻ എൻ്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ചപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ പോയി. അങ്ങനെ ഞാൻ കൂടെ അതിൻ്റെ ചികിത്സ തേടി വന്നതാണ്. ഇതിലിപ്പോൾ കൊട്ടേഷൻ കൊടുത്തതാണോ നിങ്ങൾക്ക്? കൊട്ടേഷൻ ഇവർ പറയുന്നുണ്ട് കുറ്റിയിൽ മുഹമ്മദിനെ നീ എതിരെ സംസാരിക്കൂടാന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലുള്ളൊരു മെമ്പർ, അന്നത്തെ പ്രതിയിലുള്ളൊരു മെമ്പറുണ്ട് അയ്യൂബ് എന്ന് പറഞ്ഞാൽ അവനക്കുള്ള കൊടുക്കാനുള്ള ഞങ്ങൾ കൊടുക്കുന്ന അവിടെ നാട്ടിൽ എല്ലാവർക്കും പറഞ്ഞു നടന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടാനുള്ള എത്രയും പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കൊട്ടേഷൻ എന്നാണ് അതിൻ്റെ ഇവർ പറഞ്ഞു ചെയ്ത് കുറ്റിയിൽ മുഹമ്മദിനെതിരെ സംസാരിക്കുക ആരടാന്ന് ചോദിച്ചു അവിടെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്.
അന്ന് ആ മഹല്ല് കമ്മിറ്റി യോഗത്തിലും സംഘർഷം ഉണ്ടായിരുന്നു. ആ മഹല് ഈ രക്ഷാകർത്ത സംഗമ യോഗത്തിൽ സംഘർഷം ഉണ്ടായിരുന്നു. അന്ന് മർദ്ദനം ഉണ്ടായിരുന്നു. അന്ന് മർദ്ദനുണ്ട്. അന്ന് എന്നെ അടിച്ചിരുന്നു. അന്ന് എന്നെ ഈ ഇതിൻ്റെ കുത്തി ഇവിടെ ഉണ്ട്. അന്ന് കുത്തിപ്പോൾ മാറി വരുന്നുള്ളൂ ഈ അടയാളത്തിൽ അന്ന് കുത്തിയിട്ട്. ഈ ജോലി ആവശ്യർത്ഥം എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നത്. പല ആളുകളും എന്നെ ജോലി ആവശ്യർത്ഥം വിളിക്കാറുണ്ട്. അതങ്ങനെ പോയി നോക്കും. സൈറ്റും കാര്യങ്ങളും വർക്കും പ്ലാനും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട്. ഇവരിങ്ങനെ പലർക്കും കൊട്ടേഷൻ കൊടുത്തിട്ട് ഇതാണ് കാര്യങ്ങൾ പല ആളുകളും കൊണ്ട് ചെയ്യിക്കുകയാണ്. അതാണ് വിഷയങ്ങൾ. അതേസമയം മഹല്ല് കമ്മിറ്റിയുടെ പൊള്ളത്തരങ്ങൾ ഷുക്കൂർ ചോദ്യം ചെയ്തതാണ് ഇതിനു പിന്നിലെ കാരണമെന്ന് ഷുക്കൂറിൻ്റെ സുഹൃത്തും നാട്ടുകാരനുമായ റഷീദ് പറഞ്ഞു. അപ്പോൾ ഈ പള്ളി കമ്മിറ്റിയിൽ ഒരു വിഷയം ഇപ്പോഴും 2 ദിവസം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അടിപിടി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ഈ ഷുക്കൂർ എന്ന് പറയുന്ന ആൾ പള്ളി കമ്മിറ്റി ഒരു മെമ്പറാണ്. അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കണക്കുകളും കാര്യങ്ങളും ഒക്കെ അയാൾക്കാണ് വ്യക്തമായിട്ട് അറിയാം. ഇത് ഒരു VIC സ്കൂൾ എന്ന് പറഞ്ഞിട്ട് സംഭവം അവർ കൊണ്ടുനടന്നിരുന്നു. ഇവരെന്നാണ് കൈകാര്യം ചെയ്തിരുന്നത്. ആ കണക്കുകളും പള്ളി കമ്മിറ്റിയിൽ ഇതുവരെ ഒരു 19 വർഷമായിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ട് പോലും ഇല്ലാത്തൊരു കമ്മിറ്റിയാണിത്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയാം. അങ്ങനത്തെ ഒരു കമ്മിറ്റിയാണെന്നുള്ളത് പുറത്തിങ്ങനെ ഒരു പുതിയ ചർച്ചയുണ്ട്. അപ്പോൾ ഈ ഷുക്കൂർ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതിനെപ്പറ്റി അറിയാമെന്നുള്ളൊരു സംഭവമാണ് ഇതിൻ്റെയൊക്കെ അടിയിലേക്കൊക്കെ എത്തിയിട്ടുള്ളത്. പിന്നെ ഇവന് പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന്, അതായത് പാലത്തെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവന് സൈറ്റ് വർക്ക്, ഒരു എഞ്ചിനീയറാണ്. അപ്പോൾ അവനെ വിളിച്ചു കൊണ്ടുപോയിട്ട് 2-3 ആളുകൾ കൂടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവനെ ആക്രമിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുരങ്ങാടി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ക്രൂരമായി മർദ്ദനമേറ്റ ഷുക്കൂർ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. എഞ്ചിനീയറായ താൻ ജോലി ആവശ്യാർത്ഥം എപ്പോഴും പുറത്തു പോകുന്നതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് ഷുക്കൂർ പറഞ്ഞു. നിലവിൽ തിരുരങ്ങാടി പോലീസിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് ഷുക്കൂർ. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.